ഇപ്പോൾ സിനിമാ നടികളായാലും അല്ല വേറെ ഏത് പെണ്ണുങ്ങളായിക്കോട്ടെ 5-6 കല്യാണം കഴിച്ചു, 5 കല്യാണം കഴിച്ചു, 6 കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ കുറ്റപ്പെടുത്തുമ്പോഴും ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയും ഞാൻ കുറ്റപ്പെടുത്തൂല. 4ാം ക്ലാസ് മുതൽ അമ്മ വീട്ടുജോലിക്ക് പോകുമായിരുന്നു. അമ്മയുടെ 4ാം ക്ലാസ്സിൽ പഠിപ്പൊക്കെ നിർത്തിയിട്ട് 30 വയസ്സ് വരെയും അമ്മ ആ വീടിന് വേണ്ടി അമ്മയുടെ അനിയത്തിമാരൊക്കെ പഠിച്ചു. അമ്മയുടെ അനിയത്തിമാർക്കടക്കം കല്യാണം ആലോചിച്ച് തുടങ്ങി. അപ്പോഴും അമ്മ പണിക്ക് പോയിക്കൊണ്ടിരിക്കുക. അമ്മേനെന്നാ കല്യാണം കഴിച്ച് വിടണമെന്നോ അങ്ങനെയൊന്നും ഒരു ചിന്തയുമില്ല. എവിടെ ചെന്നാലും അച്ഛനില്ലേ ഈ ചോദ്യമാണ്. അപ്പൊ അച്ഛൻ എന്ത് പറ്റി? അപ്പൊ നമുക്ക് മരിച്ചു എന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടാ. അപ്പൊ നമ്മൾ പറയും ഇല്ല അച്ഛൻ ഉപേക്ഷിച്ചു. അതെന്താ ഉപേക്ഷിച്ചേ? ഇത് നിക്കില്ലല്ലോ. ഒരു കൊച്ചിനെയും പിടിച്ച് ഒരു സ്ത്രീ വരുമ്പോഴേ അതെന്ത് സ്ത്രീയാന്ന് അവിടെ ഉള്ളവർക്ക് അറിയില്ലല്ലോ, അത് എന്തിൽപ്പെട്ട സ്ത്രീയാണ്. അപ്പൊ എല്ലാവർക്കും വീട് തരാൻ, ഫാമിലി ആണെങ്കിൽ വീട് തരാം. എങ്ങനെ ഉണ്ടായതാവോ, എടാ ഒരു പെണ്ണ് വരുന്നടാ, എങ്ങനെയുള്ള പെണ്ണ്, അങ്ങനെയൊക്കെ അമ്മയെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരാളെ സ്നേഹിച്ചു പോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോ അമ്മ അവിടെ തല കുനിയുന്നു. എപ്പോഴും അമ്മമാരെ തലയ്ക്കാടുക. അതെങ്ങനെയാ, തള്ളയല്ലേ വളർത്തിയേ, തള്ള എങ്ങനെയല്ലേ എന്നാണ് നാട്ടുകാർ പറയാ. വളർത്തു ദോഷാന്നേ പറയുള്ളൂ. പക്ഷെ അമ്മമാർക്ക് നമ്മുടെ പിന്നാലെ വരാൻ പറ്റുമോ 24 മണിക്കൂറും? വീടില്ലാത്തതിന്റെ ചിന്തിക്കുന്നില്ല നമ്മള്. വീട് എന്തായാലും നമുക്കൊരു വീട് വെക്കാൻ പറ്റില്ല, അപ്പൊ അതിനെ കുറിച്ച് പറയണ്ടല്ലോ എന്നാണ് എന്റെ. അപ്പൊ ചേച്ചി പറഞ്ഞു അല്ലല്ല ഞാനല്ലേ നിനക്ക് വീട് വെച്ച് തരാന്ന് പറഞ്ഞ് സ്ഥലം മേടിച്ചത്, അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. ചേച്ചിയുടെ ഗോൾഡ് കൊണ്ട് പണയം വെച്ച്. എനിക്ക് തോന്നുന്നു നമുക്ക് അത്ര ഫ്രണ്ട്സ് ഉണ്ടാവാൻ സാധ്യത ഇല്ല നമ്മൾ എപ്പോഴും ദുഃഖം പറയുകയാണെങ്കിൽ. ആർക്കും ദുഃഖം കേൾക്കാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ല. നമ്മൾ ഒരു പ്രാവശ്യം ഇപ്പൊ മോളാണെങ്കിൽ പോലും ഞാൻ വന്നിട്ടൊരു വിഷമം പറയുമ്പോൾ നീ 2 ദിവസമൊക്കെ കേൾക്കും, 3ാമതും നീ എന്താ പറയാ, വരുന്നുണ്ട് നീ ഇന്ന് എന്ത് ദുഃഖാണാവ. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഇന്ന് എൻ്റെ കൂടെയുള്ള ആള് നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ലെറ്റ്സ് വെൽക്കം മായ കൃഷ്ണ. മായ ചേച്ചി, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ചേച്ചി. എന്താടാ ഞാൻ ചിന്തിപ്പിച്ചേ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഇന്റർവ്യൂവിന്റെ ഇടയിൽ പറഞ്ഞുകൊണ്ട് പോവാം. പക്ഷെ മായ ചേച്ചി ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, മായ ചേച്ചി എവിടെ പോയാലും എല്ലായിടത്തും ഒരു എനർജി കൊടുക്കാറുണ്ട്, ഒരു പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചിരിച്ച മുഖമായിട്ടാണ് വരുന്നുള്ളൂ. എന്താണ് അതിന്റെ പിന്നില്? അതെനിക്ക് ഞാൻ ഒരുപാട് സങ്കടങ്ങളിൽ കൂടെ വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, സങ്കടം എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ ഞാനായിട്ട് അത് കൊടുക്കാൻ പാടില്ലല്ലോ. എല്ലാവർക്കും സന്തോഷിക്കാനല്ലേ ഭയങ്കര ഇഷ്ടം. ഇപ്പം ഞാൻ തന്നെ നമ്മളിപ്പോൾ സ്കിറ്റ് ചെയ്യുകയാണെങ്കിലും ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ സീരിയൽ ചെയ്യുന്നുണ്ട്, പിന്നെ സിനിമ ഇടയ്ക്ക് ചെയ്യും, അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും എല്ലാവരും പറയുന്നത് അതൊന്നും ചെയ്യണ്ട, കോമഡി മാത്രം ചെയ്താൽ മതി എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഞങ്ങളിങ്ങനെ ഈ കോമഡി ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഓരോ ഇതും കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. നമ്മൾ ചിലപ്പോൾ ഗ്ലൂമി ആയിട്ട് ഇരിക്കുകയായിരിക്കും, അപ്പോഴാവും നിങ്ങളുടെ ഒരു സ്കിറ്റ് ചിലപ്പോൾ കാണുന്നത്. അപ്പോൾ ആ ഒരു 10 മിനിറ്റത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ എല്ലാ വിഷമങ്ങളും മറക്കാറുണ്ട് എന്ന് കുറേ ഇപ്പം ജെൻസ് ആണെങ്കിലും നമ്മളോട് പറയാറുണ്ട്, ലേഡീസ് ആണെങ്കിലും പറയാറുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പൊ നമ്മൾ ദുഃഖിച്ചിരുന്ന, പിന്നെ മാത്രമല്ല നമ്മൾ ദുഃഖിച്ചിരുന്നാൽ നമ്മുടെ വീടേ ദുഃഖാവും. വീടേ അല്ല ഗ്ലൂമി, നമ്മുടെ ചുറ്റുപാടുള്ളവരും ഗ്ലൂമി ആവും. എനിക്ക് തോന്നുന്നു നമുക്ക് അത്ര ഫ്രണ്ട്സ് ഉണ്ടാവാൻ സാധ്യത ഇല്ല നമ്മൾ എപ്പോഴും ദുഃഖം പറയുകയാണെങ്കിൽ. ആർക്കും ദുഃഖം കേൾക്കാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ല. നമ്മൾ ഒരു പ്രാവശ്യം ഇപ്പൊ മോളാണെങ്കിൽ പോലും ഞാൻ വന്നിട്ടൊരു വിഷമം പറയുമ്പോൾ നീ 2 ദിവസമൊക്കെ കേൾക്കും, 3ാമതും നീ എന്താ പറയാ, വരുന്നുണ്ട് നീ ഇന്ന് എന്ത് ദുഃഖാണാവ. അങ്ങനെ മനുഷ്യൻ. അപ്പൊ ഞാനും അത് തന്നെയാ ചിന്തിക്കുക. മറ്റേത് ഞാൻ എപ്പോഴും പടപടാന്ന് സംസാരിക്കുകയാണെങ്കിൽ മോള് ഒരു മായച്ചേച്ചി വരുന്നുണ്ട്, മായച്ചേച്ചി വന്നാൽ നല്ല രസമായിരിക്കും. അങ്ങനെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടം ചിരിക്കാൻ തന്നെയാണെന്ന് തോന്നുന്നു. വിഷമങ്ങളൊക്കെ മറക്കാനായിരിക്കും. അപ്പൊ ഞാനും അതുപോലെ തന്നെയാണ്. ഞാനും ഒരുപാട് വിഷമങ്ങളിൽ കൂടെ വന്നതായതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ ജീവിക്കുന്നത്. മറ്റത് വേറൊരാളുടെ കീഴിലും വേറൊരാളുടെ ജോലി ചെയ്തും അങ്ങനെ ജീവിച്ചിരുന്ന ഞാൻ ഇപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെങ്കിലും ആരോടും ചോദിക്കാതെ എനിക്കിഷ്ടപ്പെട്ട പോലെ ചെയ്യാൻ പറ്റുന്നത്.
ഇപ്പഴാ നമ്മളുടെ ഒരു ലോങ് ജേർണി ആയിരുന്നു അല്ലേ? അതെ, പണ്ട് തൊട്ടേ തുടങ്ങുവാണെങ്കിൽ അപ്പൊ നമുക്ക് അമ്മയ്ക്ക് സുഖാണോ ചേച്ചി? അമ്മയ്ക്ക് ഇപ്പൊ നല്ല സുഖമാണ്. നല്ല സുഖാണ്. കാരണം ഞാൻ അമ്മയുടെ കാര്യം പ്രത്യേകം എടുത്ത് ചോദിക്കാൻ കാരണം ഒരു ഇന്റർവ്യൂല് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു മരിച്ചെന്ന് പറഞ്ഞ് കോള് വന്നപ്പോ അമ്മ പറഞ്ഞു അതിനാണോ ഇത്ര കിടന്ന് വിഷമിക്കുന്നത്? അപ്പൊ ചേച്ചി എടുത്ത് പറയുകയും ചെയ്തു അതുപോലും അമ്മയ്ക്ക് ഒന്നും അത് കുറെ പേര് അതിന് പോസിറ്റീവ് കമന്റ് എഴുതിയത് അമ്മ ഇത്രയും ബോൾഡ് ആയതുകൊണ്ടായിരിക്കും മായ എങ്ങനെയാണ്. പിന്നെ ഒരു ചേട്ടനോ തോന്നുന്നു ഇങ്ങനെ കമന്റ്സ് എഴുതി അവനവന്റെ വീട്ടിൽ അങ്ങനെ മരണം വരുമ്പോഴേ ഇതിന്റെ അത് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് കമന്റ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടല്ല, അമ്മ അത് പുച്ഛിച്ചതല്ല, അമ്മ അത്രയും കഷ്ടത്തോടെ വന്നതുകൊണ്ട് അത് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്താ വെച്ചെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ 1.5 വർഷം അച്ഛൻ കൂടെ ഇരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, തല്ലൂടിയിട്ടില്ല, ഒന്നുമില്ല. പെട്ടെന്ന് അച്ഛൻ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെയാണ് അമ്മേനെ ഇട്ടിട്ട് പോയത്. അതായത് അച്ഛന് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ബാങ്കിൽ ജോലി കിട്ടി, അത് മദ്രാസിലേക്ക് ബാങ്ക് മാറി. അതുകൊണ്ട് അവിടേക്ക് പ്രമോഷൻ കിട്ടി എനിക്ക്. അപ്പം നീ പ്രഗ്നന്റ് ആയതുകൊണ്ട് എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. അന്ന് എന്നെ 9 മാസം ഗർഭിണിയായിരുന്നു. കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ തലേ ദിവസം കരഞ്ഞു എന്ന് അമ്മ പറയണേ. അയ്യോ നിന്നിട്ടിട്ട് പോണല്ലോ, നീ ഒരു പ്രഗ്നന്റ് ലേഡി അല്ലേ, അപ്പോൾ എനിക്ക് നിന്നെ നോക്കാൻ പറ്റണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പോണേ. അപ്പൊ നമ്മൾ ആരും ചിന്തിക്കുന്നില്ലല്ലോ അച്ഛൻ പോണത് ഇങ്ങനെ. മേ ബി ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ ചിന്തിക്കും, ഇയാള് ശരിക്കും അങ്ങോട്ട് തന്നെയാണോ എന്നെ ചതി. അന്ന് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. അന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അന്ന് അമ്മയ്ക്ക് അത്ര പഠിപ്പും ഇല്ല, അങ്ങനെ ലോകകാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ അച്ഛൻ അങ്ങനെയാ പോകുന്നത്. പിന്നെ ഒരു വിവരവും ഇല്ല ഇന്ന് വരയ്ക്കും. ഇതുവരെ ചേച്ചി കണ്ടിട്ടേ ഇല്ല, മരിച്ചിട്ടില്ല അതറിയാം. പക്ഷെ ഈ ഒരു 2 കൊല്ലത്തിനിടയ്ക്ക് അച്ഛൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിന് മുന്നേ വരെ അച്ഛനുണ്ട്. അച്ഛൻ വേറെ കല്യാണം കഴിച്ച് അതിൽ മക്കളൊന്നുമില്ല, പക്ഷെ അച്ഛനുണ്ട് എന്നറിയാം. ചേച്ചിക്ക് എപ്പോഴെങ്കിലും കോണ്ടാക്ട് ചെയ്യണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കോണ്ടാക്ട് ചെയ്യണമെന്ന്, അച്ഛനെ കാണണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നിയിട്ടില്ല. പക്ഷെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം ചോദിക്കാം, എന്തിനാണ് അമ്മയെ ഇട്ടിട്ട് പോയത് എന്ന് ചോദിക്കണം എന്നൊരു. കാരണം അമ്മയ്ക്ക് കാരണം എന്താന്ന് പറയാ, അമ്മയ്ക്ക് ഇപ്പൊ അച്ഛന് ഭയങ്കര ഇഷ്ടാ ഇപ്പോഴും. നമ്മളൊക്കെയാണ് വെറുക്കില്ലേ അന്ന് അയാൾ ആ സിറ്റുവേഷനിൽ അങ്ങനെ. ഇപ്പൊ അമ്മ പറയും അപ്പൊ അമ്മ പറയും അപ്പൊ ഞാൻ പറയും അച്ഛൻ ഒരു ദുഷ്ടനാണ്, അങ്ങനെയൊക്കെ ഞാൻ വെറുതെ എങ്ങനെ പറയും. അപ്പൊ അമ്മ പറയും അതിപ്പോ എന്ത് ചെയ്യാനാ, അച്ഛന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോഴും അമ്മ പറയും അച്ഛന് ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഭയങ്കര സ്നേഹമായിരുന്നു, ചിലപ്പോ എനിക്ക് വിധി ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ പറയിച്ചേ. അതുമാതിരി ചില പാട്ടൊക്കെ കേൾക്കുമ്പോ അച്ഛൻ പാടുമായിരുന്നു, അച്ഛൻ പാടുന്ന പാട്ടായിരുന്നു എന്നൊക്കെ പറയാം അമ്മ. ഇപ്പോഴും ഇഷ്ടമൊക്കെ ഇടയ്ക്ക് അമ്മ പറയും പിന്നെ നിന്റെ അച്ഛനായിരുന്നു. ഞാൻ പറയാം അമ്മയ്ക്ക് എപ്പോഴും അച്ഛനോട് എപ്പോഴേലും വെറുപ്പ് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. അപ്പൊ അമ്മ പറയും നിന്റെ അച്ഛനല്ലേ, അങ്ങനെ പറയും. മനസ്സിലായി. ഇപ്പൊ അമ്മ ഇപ്പം ചേച്ചി ഉണ്ടായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് അമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോഴും അവരും വീട്ടിൽ കേട്ടിട്ടില്ല. അന്നൊക്കെ ജാതി ഭയങ്കര പ്രശ്നമാണേ. അപ്പൊ അച്ഛൻ നമ്പീശനാ, ജാതി പറയാൻ പാടില്ല, പക്ഷെ നമ്മുടെ കഥ നമ്മുടെ കഥയല്ലേ. അപ്പൊ അന്ന് എപ്പോഴാ 40 കൊല്ലം മുമ്പത്തെ കാര്യമാട്ടോ പറയണം. അന്ന് ജാതി ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അച്ഛൻ്റെ തൊട്ട് താഴെയുള്ള ജാതി അമ്മ. അച്ഛൻ മാല കെട്ടുന്ന വാരസ്യന്മാരെന്നൊക്കെ നമ്പീശൻ എന്ന് പറയും. അച്ഛൻ ആ ജാതിയായിരുന്നു, അമ്മ അതിൻ്റെ താഴെയായിരുന്നു. അപ്പം അതൊക്കെ അന്ന് ഭയങ്കര പ്രശ്നമാണ്, കെട്ടാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ അമ്മ രജിസ്റ്റർ മാരേജ് ചെയ്തതാട്ടോ. ശരി, അതിന്റെ കടലാസൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നീട് അവർ കോണ്ടാക്ട് ചെയ്തില്ല, അമ്മയുടെ ഫാമിലി ഒന്നും ഇല്ല. അവർക്ക് അത് ഇല്ല, അവർക്ക് ഭയങ്കര ഇല്ല. സ്നേഹിച്ചു പോവാന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര തെറ്റാണ്. എന്നുവെച്ചാൽ അമ്മയുടെ വീട്ടുകാരും അമ്മേനെ കല്യാണം കഴിച്ച് കൊടുക്കണം എന്നുള്ള ഒരു മനസ്സും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അമ്മ 30-32 വയസ്സ് വരെ അമ്മ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടു. ജോലിക്ക് പോവായിരുന്നു അമ്മ, വീട്ടുപണിക്ക്. 4ാം ക്ലാസ് മുതൽ അമ്മ വീട്ടു ജോലിക്ക് പോവായിരുന്നു, അമ്മയുടെ 4ാം ക്ലാസ്സിൽ പഠിപ്പൊക്കെ നിർത്തിയിട്ട്. അപ്പൊ അത് വിട്ടിട്ട് 30 വയസ്സ് വരെയും അമ്മ വീടിന് വേണ്ടി അമ്മയുടെ അനിയത്തിമാരൊക്കെ പഠിച്ചു, അവരൊക്കെ പഠിച്ച് ബോംബെയിലൊക്കെ ജോലിയായി, അവരൊക്കെ സെറ്റിൽഡായി. അവരുടെ അമ്മയുടെ അനിയത്തിമാർക്കടക്കം കല്യാണം ആലോചിച്ച് തുടങ്ങി. അപ്പോഴും അമ്മ പണിക്ക് പോയിക്കൊണ്ടിരിക്കുക, അമ്മേനെന്നാ കല്യാണം കഴിച്ചു വിടണമെന്നോ അങ്ങനെയൊന്നും ഒരു ചിന്തയുമില്ല. അപ്പോഴാണ് അച്ഛൻ വരുന്നത്, ഇഷ്ടാണ് എന്നും പറഞ്ഞ് അച്ഛൻ വരുന്നത്. അപ്പൊ അമ്മ വിചാരിച്ചു ഇതൊന്നും ഒരു രക്ഷപ്പെടലാവും. അത് പക്ഷെ എരിചട്ടിന്ന് വറചട്ടിയിലേക്ക് പോയി. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടേ, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് അറിയില്ല, ഇനിയിപ്പോ അതിന് എത്ര കമന്റ്സ് വരും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ സിനിമാ നടികളായാലും അല്ല വേറെ ഏത് പെണ്ണുങ്ങളായിക്കോട്ടെ, 5-6 കല്യാണം കഴിച്ചു, 5 കല്യാണം കഴിച്ചു, 6 കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ കുറ്റപ്പെടുത്തുമ്പോഴും ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയും ഞാൻ കുറ്റപ്പെടുത്തൂല. എന്താണെന്നറിയോ, ഒരാൾ ഉപേക്ഷിച്ചു, ഓക്കെ,
ഇവര് വിചാരിക്കുന്നത് അടുത്ത ആള് നമ്മളെ സ്നേഹിക്കുമ്പോ ഇയാള് നമ്മളെ നോക്കുമായിരിക്കും. അപ്പൊ നമ്മൾ അപ്പൊ എല്ലാരും ചിന്തിക്കുക ഒരുത്തൻ പോയി പറഞ്ഞില്ലേ ഇത്, അങ്ങനെ വിചാരിക്കും. പക്ഷെ അല്ല, അത് നമ്മൾ മറക്കും ഓട്ടോമാറ്റിക്കലി. ഒരാള് പുതിയത് വരുമ്പോ നമ്മൾ വിചാരിക്കും ഇയാളെങ്കിലും നോക്കുമായിരിക്കും എന്ന് വിചാരിച്ചാണ് നമ്മൾ. അല്ലാണ്ട് ഒരു പെണ്ണും 5-6 ബന്ധം ഇഷ്ടപ്പെടുന്നവരായിരിക്കാൻ വഴിയില്ലല്ലോ, ഒരിക്കലും അല്ല. എനിക്ക് തോന്നുന്നത് ഒരുവിധ എല്ലാ പെണ്ണുങ്ങളും ഒരാളിൽ ഒതുങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. പക്ഷെ ഈ വരുന്നവര് നമ്മള് ചതിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും വലിയ എക്സാമ്പിൾ ആണല്ലോ എന്റെ അമ്മ. പക്ഷെ അമ്മ പിന്നെ അച്ഛൻ്റെ അങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോ അമ്മ തീർന്ന്. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, അമ്മ അച്ഛൻ ഇങ്ങനെ ഇട്ടിട്ട് പോയപ്പോ അമ്മയ്ക്ക് എന്താ തോന്നിയേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്, അച്ഛൻ പോയി, അതായത് പോലീസുകാരെ അമ്മോട് പറയണേ ഇനിയിപ്പൊ അയാള് വരും തോന്നുന്നില്ല രാധേ, കൊറേ അന്വേഷിച്ചു കിട്ടാ ഒരു വഴിയില്ല, അന്ന് ഫോണൊന്നും ഇല്ലല്ലോ. അപ്പൊ രാധ ഇനിയിപ്പോ മോളെ നോക്കി ഇരിക്കുകയായിരിക്കും നല്ലത്, ഇനിയിപ്പൊ അയാൾ ഇനി തിരിച്ചു വരും എന്ന് തോന്നണില്ല. അപ്പൊ പോലീസുകാർക്ക് മനസ്സിലായി തോന്നുന്നു അയാൾ എവിടെയോ കല്യാണം കഴിച്ച് സെറ്റിൽഡ് ആയി എന്നുള്ളത്. അത് അമ്മയോട് പറയാനൊരു ബുദ്ധിമുട്ടായിട്ടാണോ എന്തോ അങ്ങനെ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, എനിക്കിങ്ങനെ അച്ഛൻ പോയി അങ്ങട് പോലീസുകാരും അടുത്തുള്ളവരും അങ്ങനെയൊക്കെ ഉപേക്ഷിച്ച് പോയതാണ് എന്നാണ്. അപ്പൊ അമ്മ പറഞ്ഞു, എൻ്റെ അങ്ങനെ തലയ്ക്ക് അടി കിട്ടിയ പോലെയാ തോന്നിയത്. അമ്മ പറഞ്ഞു, കരഞ്ഞു, കരഞ്ഞു, പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ ലൈഫിൽ അച്ഛൻ പോയതാണ് ഏറ്റവും വലിയ ട്രാജഡി. ഇനി ആര് മരിച്ചാലും ആവില്ല. അതാണ്, അതായത് ഒരാളെ വിശ്വസിച്ച് നമ്മൾ പോരല്ലേ, അയാള് ജീവിതകാലം മുഴുവൻ ഗർഭിണിയായിട്ട് പോണതല്ലേ. അപ്പൊ മേ ബി അമ്മയുടെ ഉള്ളില് അതായിരിക്കും ഏറ്റവും വലിയ മരണം. അതാണ് അമ്മയ്ക്ക് ബാക്കിയെല്ലാം ഇനി എന്ത്. അമ്മ ഏറ്റവും നന്നായി വിചാരിച്ചത് അച്ഛനല്ലേ. അതാണ് കേട്ടോ അമ്മ എന്നോട് പറഞ്ഞത്, ഇതാണോ അത്ര വലിയ കാര്യം, ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോ. അപ്പൊ ഞാൻ ആ ചേട്ടന്റെ അടുത്ത് താഴെ കമന്റ്സ് ചെയ്തു, ചേട്ടാ അതല്ല, അമ്മ മരണത്തെക്കാൾ വലുത് എടുത്ത് ചോദിച്ചത്. കാരണം അങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ ആളുകൾ, പക്ഷെ നമുക്ക് മനസ്സിലായി, ഇന്റർവ്യൂ മൊത്തത്തിൽ കണ്ടവർക്ക് മനസ്സിലാവും അത്രയും ബോൾഡ് ആയതുകൊണ്ട്. അല്ല, അത് മേ ബി ഞാനിപ്പോ ആ ഇന്റർവ്യൂ കണ്ട വേറൊരു കുട്ടി പറഞ്ഞിട്ട് ഞാൻ ആ ഇന്റർവ്യൂ കണ്ടാൽ ഞാനും വിചാരിക്കും ഒരാൾ മരിക്കുമ്പോഴാണോ അങ്ങനെ തമാശ. അത് അമ്മ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഒരിക്കലും അല്ല. പിന്നെ അത്രയും അമ്മ അത്രയും വേദനയിലൂടെയൊക്കെ വന്നു, ചേച്ചിയും പിന്നീട് അമ്മേനെ സഹായിക്കണം, അമ്മയുടെ കൂടെ നിക്കണം. അല്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആരെയും സ്നേഹിക്കാനും തോന്നാത്തത്. അതിന്റെ പിന്നിൽ അങ്ങനെ ഒരു കാര്യം കൂടെ. ഇപ്പൊ എനിക്ക് ആരും ഇഷ്ടമല്ല, കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോ എന്നോട് കുറെ പേര് ചോദിക്കുന്നത്, അപ്പൊ എന്തെങ്കിലും പ്രണയം ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ച് പോയിട്ടുണ്ടാവും എന്നൊക്കെയാ. ഒരിക്കലും അല്ല. എന്നെ ആരും ഇങ്ങോട്ട് വന്ന് സ്നേഹാന്ന് പറഞ്ഞിട്ടുമില്ല. പിന്നെ എല്ലാവരും ഇല്ലില്ല. പിന്നെ എല്ലാവർക്കും എന്നിലൊരു അയ്യോ പാവം അങ്ങനെ ഒരു ഇതാണ്. കാരണം എൻ്റെ കഥ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫീൽഡിൽ വന്നിട്ട് അതിന് മുമ്പേ ഒക്കെ മായ എങ്ങനെയാണ് വന്നത് എന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ ആരും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇഷ്ടാന്ന് പറയാ അങ്ങനെയൊന്നും നിന്നിട്ടില്ല. ഇല്ല, എനിക്ക് അമ്മയുടെ ലൈഫ് ശരിക്കും അതുകൊണ്ടാണ് ചേച്ചി വേറൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പിന്നെ നോക്കാതെ ഈ ഒരു റീസൺ. അത് ഒരു റീസൺ. പിന്നെ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മള് സ്നേഹിച്ചിട്ട് ഇനി ആരെങ്കിലും നീ ഇനി അഭിനയിക്കാനൊന്നും പോണ്ടെന്ന് പറയോ, ആ ഒരു പേടിയുണ്ട്. പിന്നെ അമ്മേനെ എങ്ങനെ അമ്മയുടെ ലൈഫ്, അതായത് ഇങ്ങനെ പാത്രം തേച്ചും നമ്മളിങ്ങനെ കണ്ണ് തുറക്കുമ്പോ കാണുന്നത് അമ്മ വല്ലവരും വീട്ടുപണി ചെയ്യുന്നതാ. ഒയ്യോ, അടിച്ചു എപ്പോഴും രാത്രി 12 മണി വരെയും പണിയാ. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാ അത് ഈ അച്ഛൻ കാരണല്ലേന്നാ എന്റെ ഉള്ളില്. അച്ഛൻ ഇട്ടിട്ട് അച്ഛൻ ഉപേക്ഷിച്ച് പോയതുകൊണ്ടല്ലേ അമ്മ ഇത്രയും. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നല്ലോ എന്നുള്ളില്. അപ്പൊ മേ ബി എന്റെ ലൈഫ് അങ്ങനെ അല്ലായിരിക്കാം. ചിലപ്പോ എനിക്ക് ചിലപ്പോ നല്ല ആളെ കിട്ടുമായിരിക്കാം. ഇല്ലെങ്കിൽ ഞാനും ഇതേ സിറ്റുവേഷനാണ്. എനിക്കൊരു കുഞ്ഞായിട്ട് അയാൾ ഇട്ടിട്ട് പോയാൽ ഞാൻ ഇനി എന്ത് ചെയ്യൂ? അതെനിക്ക് ചെറുപ്പത്തിലെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം വന്നപ്പോഴും ഈ +1 +2 പഠിക്കുമ്പോൾ എനിക്ക് കുറെ കല്യാണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അപ്പോഴൊക്കെ നല്ല ഹൈറ്റും വെയിറ്റാ. അപ്പൊ ഈ +2ന്റെ അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഇത് വലിയ കുട്ടിയാണെന്ന് തോന്നിക്കും. അപ്പൊ അങ്ങനെ കല്യാണങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ നമുക്ക് വീടില്ല. പിന്നെ നമ്മളിങ്ങനെ വീട്ടു ജോലിക്ക് പോവാണ്, കയ്യിലൊന്നുമില്ല എന്നൊക്കെ അറിയുമ്പം വരുന്ന ചെക്കന്മാർക്ക് വലിയ പ്രശ്നമില്ല. ഫാമിലിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. വീടില്ലാത്തതും പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ, അതും അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിനോടൊരു ഇത് അങ്ങ് പോയി. മുമ്പേ എനിക്ക് കല്യാണത്തിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് വേറൊന്നുമില്ല, കല്യാണങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടാ, പ്രണയം ഭയങ്കര ഇഷ്ടാ. പക്ഷെ എന്റെ ഉള്ളില് ഇട്ടിട്ട് പോവോ എന്റെ ഉള്ളില് ഈ ഒരു എക്സ്പീരിയൻസ് അത് നല്ല
അത് നല്ലോണം ഉണ്ടായിരുന്നു പണ്ടത്തെ ഒരു എന്നെ. ട്രോമയായിരിക്കും ഇപ്പോഴും അങ്ങനെ ഉള്ളിൽ കാരണം അമ്മ അനുഭവിക്കുന്നത് നമ്മളല്ലേ ഈ കാണുന്നേ. ആ മനസ്സിലായി. അത് ഭയങ്കര പിന്നെ എവിടെ ചെന്നാലും അച്ഛനില്ലേ ഈ ചോദ്യാണ്. അപ്പൊ അച്ഛൻ എന്ത് പറ്റി? അപ്പൊ നമുക്ക് മരിച്ചു എന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടാ. അപ്പൊ നമ്മൾ പറയും ഇല്ല അച്ഛൻ ഉപേക്ഷിച്ചു. അതെന്താ ഉപേക്ഷിച്ചേ? അപ്പൊ അങ്ങനെയൊക്കെ ഇത് ചോദിക്കും. നിക്കില്ലല്ലോ ഈ ഇത് Conversation ഇങ്ങനെ- അതെന്താ പറ്റി അങ്ങനെ ഉപേക്ഷിച്ചേ? അതെന്താ കാര്യം? അങ്ങനെ അപ്പൊ പിന്നെ അന്വേഷിച്ചില്ലേ? ഇങ്ങനെയുള്ള ഇങ്ങനെ ചോദിക്കും. പിന്നെ പിന്നെ ഈ ഒരു കുട്ടീനെയും കൊണ്ട് ഒരു സ്ത്രീ നടക്കുമ്പോഴുള്ള കുറെ അന്നത്തെ കാലഘട്ടത്തിൽ കുറെ കളിയാക്കലുകളും എങ്ങനെ ഉണ്ടായതാവോ അങ്ങനെയുള്ള വരെ പറയുന്നവർ വരെ ഉണ്ടായിരുന്നു. വാടകയ്ക്ക് സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ട്, കാരണം ഒരു കൊച്ചിനെയും പിടിച്ച് ഒരു സ്ത്രീ വരുമ്പോഴേ അത് എന്ത് സ്ത്രീയാന്ന് അവിടെ ഉള്ളവർക്ക് അറിയില്ലല്ലോ, അത് എന്തിൽപ്പെട്ട സ്ത്രീയാണ്. അപ്പൊ എല്ലാവർക്കും വീട് തരാൻ, ഫാമിലി ആണെങ്കിൽ വീട് തരാം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും മോളും കൂടെ വന്നാൽ വീട് തരാം. അയ്യോ ആണുങ്ങൾ കൂടെ ഇല്ലാതെ വീട് തരാൻ പാടാട്ടോ അങ്ങനെ പറഞ്ഞവര്. അപ്പൊ നമ്മൾ ഇത് കേട്ടല്ലേ ഈ വളരണേ. അപ്പൊ എന്റെ വിചാരവും ഞാനും ഇനി കല്യാണം കഴിച്ച് എന്നെ അയാൾ ഇട്ടിട്ട് പോയാൽ എനിക്കിനി താമസിക്കാൻ ഒരു വീട് കിട്ടില്ല, അങ്ങനെയുള്ള ചിന്തകളായിരുന്നു. ആരും അത് അങ്ങനെയാണ്. ഇപ്പൊ വേണമെങ്കിൽ മാറിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അന്നൊക്കെ നമ്മുടെ കൂടെ ഒരു ഭർത്താവ് ഇല്ലെങ്കിൽ, കയ്യിലൊരു കുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ തീർന്നു. അവളെന്തോ അവള് വേറെ റൂട്ടിൽ പോണ വേണം അങ്ങനെ പറയുള്ളൂ. അതൊക്കെ അമ്മ എത്രയോ അമ്മ കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ലാന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ പിന്നെ അവിടെ ആ നാട്ടിൽ നിന്ന് വീട്ടുപണി ചെയ്ത് ഒരു 4-5 കൊല്ലം എടുത്തു. നമ്മൾ അങ്ങനെ നടക്കുന്നതല്ല, നമ്മൾ വീട്ടുപണി ചെയ്ത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ്, അതുകൊണ്ട് വീട്ടുപണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നതാണ് എന്ന് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. നമ്മള് ജോലിക്കൊക്കെ അമ്മ കയ്യും പിടിച്ചു പോകുമ്പോ യൂണിയൻകാരൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ കടയുടെ ഉമ്മർത്തൊക്കെ പണ്ട് കുറെ യൂണിയൻമാർ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർമാരൊക്കെ ഇരിക്കും. അപ്പൊ അവർക്ക് നമ്മളെ അറിയില്ല. ആ നാട്ടിൽ ഞങ്ങൾ പുതിയതാ, ഞങ്ങൾ ജോലിക്ക് വേണ്ടി വന്നതാ അമ്മയും ഞാനും. അപ്പൊ ഇങ്ങനെ പോകുമ്പോ എടാ ഒരു പെണ്ണ് വരുന്നടാ, എങ്ങനെയുള്ള പെണ്ണ്, അങ്ങനെയൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ കേട്ട് വളരെ കുട്ടിയാണല്ലോ നമുക്ക്. ഈ കുട്ടിക്കാലത്തെ ഓരോ അനുഭവങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് പോവില്ല എന്ന് പറയും. അത് ഒരിക്കലും നമ്മളിനി എത്ര വലുതായാലും നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പോവില്ല, ഒരിക്കലും പോവില്ല. ആ ഒരു മനസ്സിൽ ആ വിഷമം അവിടെ കിടക്കും. അതിപ്പോഴും എനിക്ക് ആ ഒരു വിഷമം ഉണ്ട് കേട്ടാ. അങ്ങനെ ഓരോരുത്തർ പിന്നെ നമ്മൾ അഭിനയിക്കാനാണ് ഇഷ്ടം എന്ന് പറയുമ്പോഴും ഓരോരുത്തർ നമ്മൾ കളറില്ല ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മളെ കൊറേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചേച്ചിയുടെ ലൈഫ് ജേർണി പറയുകയാണെങ്കിൽ നമുക്ക് സീമ ചേച്ചിനെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലെ. സീമ ചേച്ചി എന്ന് പറഞ്ഞ ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ഫാമിലി മെമ്പറും കൂടിയാണ്. അപ്പൊ ചേച്ചി എപ്പോഴും മായ ചേച്ചിനെ പറ്റിയും പറയാറുണ്ട്. സീമ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി ഞാൻ എപ്പോഴും എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഇങ്ങനെ അറിയ പോലും ഇല്ല, ഇന്നിട്ട് ഒരാൾക്ക് വേണ്ടി അത്രയും എഫേർട്ട് എടുത്ത് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറഞ്ഞ അത് ഒരു വലിയ മനസ്സാ. കാരണം ചേച്ചി ഞാനും ഒരു കോണ്ടാക്റ്റും ഇല്ല. ചേച്ചീനെ നമുക്കറിയാം, പക്ഷെ ചേച്ചിക്ക് എന്നെ അങ്ങനെ അറിയില്ല. കാരണം ചേച്ചി അങ്ങനെ കോമഡി കാണുന്നത് കുറവാണ്, അതിന് നേരമില്ല പാവം. വീട്ടിലിരിക്കുകയില്ല, ഇങ്ങനെ ഇതുപോലെ കുറെ ഇത് സഹായങ്ങൾ ചെയ്യണോണ്ട് അതിനോടും അല്ലെങ്കിൽ സീരിയലിൽ അങ്ങനെ പോകുമ്പോ അങ്ങനെ. അപ്പൊ ചേച്ചിക്ക് എന്നെ കറക്റ്റായിട്ട് എന്നെ അറിയില്ല. അപ്പൊ അത് പറഞ്ഞത് വിജയകുമാരി എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ട് നാടകത്തിന്റെ, അവരെ സായികുമാർ സാറിന്റെ ഒക്കെ വൈഫിന്റെ ചേച്ചിയാ. അപ്പൊ അവരാണ് സീമ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ അവര് ഞാനായിട്ട് നല്ല കമ്പനിയാ. അവര് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാറിൽ വരുമ്പോൾ എന്റെ റൂമിലാണ് റെസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ വരിക. അപ്പൊ ഞങ്ങൾ ഭയങ്കര കൂട്ടാ. അപ്പൊ ഇങ്ങനെ എന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും, വീട്ടിൽ ആരൊക്കെ ഉണ്ട് അങ്ങനെ ചോദിക്കുമ്പോ അങ്ങനെ വാടകയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു, അയ്യോ നീ ഒരു പെൺകുട്ടിയല്ലേ, സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വീട് വേണം, പക്ഷെ നമ്മൾ അതിനു വേണ്ടി കുറെ പഞ്ചായത്തിലൊക്കെ ഞങ്ങൾ എഴുതി കൊടുത്തതാ നമ്മുടെ നാട്ടിലുള്ളപ്പോ ഒത്തിരി. പക്ഷെ അവിടെ നിന്നൊക്കെ ഇൻസൾട്ടിങ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമുക്ക്. ഒരുപാട് പഞ്ചായത്തുകാരുടെ അടുത്തൊന്നും എന്ന് വെച്ചാൽ ആരും ഇല്ലല്ലോ ചോദിക്കാനും പറയാനൊന്നും. പക്ഷെ നമുക്ക് മേ ബി ഇത് പാസ്സാവും. ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഇപ്പം വീടിന്റെ എഴുതി കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട്, മിച്ചഭൂമി എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത് കേട്ടോ. അന്നൊക്കെ ഞങ്ങൾ 8-9 പ്രാവശ്യം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഇടയ്ക്ക് പാസ്സാവും, പിന്നെ അത് എങ്ങടെ പോണേന്ന് അറിയില്ല. അതായത് കമ്മ്യൂണിസ്റ്റുകാർ കയറുമ്പോ പറയും കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്നപ്പോഴാണല്ലോ പാസ്സായത്, അപ്പൊ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, അവർക്ക് അറിയുള്ളൂ. പിന്നെ കോൺഗ്രസ് ഭരിക്കുമല്ലോ, അപ്പോഴും പാസ്സാവും. അപ്പൊ ഇവര് പറയും അയ്യോ അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് കേട്ടോ അറിയുള്ളൂ, നമുക്കറിയില്ല. പാർട്ടിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഞങ്ങൾക്കറിയില്ല. നമ്മൾ പിന്നെ അത് ആരോട് പോയി ചോദിക്കും? ഒരമ്മയും മോളും ഉള്ളൂ, അത് ആരോടാ പോയി ചോദിക്കുക? അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരിക്കൽ പഞ്ചായത്തിൽ വേറൊരു ചേച്ചി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, മായ രണ്ടാമത് ഇങ്ങനെ വീടിന് എഴുതി കൊടുക്കുന്നുണ്ട് മിച്ചഭൂമിക്ക്, ഒന്ന് പോയി പറയാറുന്നില്ലേ എന്ന് വെച്ച്. അങ്ങനെ ഞാനും അമ്മയും ഒരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ശരി എന്നാ പിന്നെ കയ്യോടെ അതങ്ങ് പറയാം, ചിലപ്പോൾ അപ്പൊ വീട് കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതുപോലെ ഒരു പഞ്ചായത്ത് ഓഫീസറോട് എന്ന് പറഞ്ഞു, ഇങ്ങനെ മിച്ചഭൂമിക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി വന്നാണ്. ഞാൻ 7ലാ. അമ്മ ആരോടും തർക്കുത്തരം പറയില്ല. അമ്മയ്ക്ക് അമ്മ അങ്ങനെ ഒരു ഒതുങ്ങിയ ടൈപ്പാ. ഞാൻ പിന്നെയും പറയും, അമ്മ ഒന്നും പറയില്ല.
അപ്പോൾ അപ്പോൾ അമ്മയുടെ കഴുത്തിലൊരു മാല കിടപ്പുണ്ടായിരുന്നു, ഗോൾഡ് കവറിങ്ങിൻ്റെ മാല. അപ്പം നമ്മളിങ്ങനെ അപ്പം എന്താ കാര്യം എന്ന് വെച്ചു ഈ സാറ്. അപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെ മിച്ചഭൂമിക്ക് എഴുതി കൊടുക്കണ്ടെന്ന് കേട്ടു, അപ്പം അതിന് വേണ്ടി വന്നതാണ്. അപ്പം ഇയാൾ എടുത്ത വഴിക്ക് പറയാ, ആ മാല അങ്ങ് ഉരി വിറ്റാ പോരെ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണോ, വിറ്റാ നിങ്ങൾക്ക് സ്ഥലം മേടിച്ചൂടെ? അത് ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ. അത് അയാൾക്ക് അറിയുമായിരിക്കും അത് സ്വർണ്ണമല്ല എന്നും, അതൊക്കെ അയാൾക്ക് അറിയാം. പക്ഷെ ഒരു ക്രിമികടി അത് പല ഗവൺമെന്റ് ഓഫീസ് അവരെന്ത് വിചാരിക്കുന്നു എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ അനുഭവമാണ് പറയുന്നത്. നമ്മളെ പോലുള്ള സാധാരണക്കാർ ചെന്നാൽ നമ്മളെ 8 വട്ടം കറക്കും, അങ്ങനെ പുച്ഛിച്ചങ്ങ് വിടും നമ്മളെ. അങ്ങനെ ഒരു കുറെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പഞ്ചായത്തിലൊക്കെ പോകുമ്പോഴേ നമ്മളെ കുറെ, എന്നാൽ നമ്മൾ എന്തിനെങ്കിലും ഒരു എത്തി നമ്മളല്ലെങ്കിൽ പിന്നെ പൊസിഷനിലെത്തി ഭയങ്കര. അപ്പൊ ഞാൻ വിചാരിക്കും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ എപ്പോഴും വിലയുള്ളൂ. ഇനിയിപ്പോ കാശിനെ വേണമെന്നില്ല, കാശുണ്ടെങ്കിൽ വേറെ വില. അതല്ല ഇപ്പൊ ഇച്ചിരി എന്തെങ്കിലും ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവർക്കും ഭയങ്കര വിലയാണ്. അപ്പൊ ഞാൻ ആലോചിക്കും, അപ്പൊ ഈ സാധാരണക്കാരെയൊക്കെ ഒരു ഗതിയായി, കൂലിപ്പണിക്കാരായിക്കോട്ടെ അവരൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കും അവരെത്ര കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ഒരു വീട് വെക്കാനും. സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് ഒരു വീട് വെക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ തന്നെ എന്തൊക്കെ അവരെന്നിട്ട് ഓടിക്കും അറിയോ, എന്തൊരു വിഷമം. ചിലപ്പോൾ അവരവര് ഒരു ദിവസത്തെ പണി ഇട്ടിട്ടായിരിക്കും പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ പോയിട്ട് വരുന്നത്. പക്ഷെ ഭയങ്കര അപ്പൊ സങ്കടം വരും. അപ്പൊ അമ്മ ഇങ്ങനെ നിന്നു സങ്കടം വന്നിട്ട്, അതൊന്നും മറക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, അമ്മേനെ ഒരിടത്തും തല കുനിപ്പിക്കരുത്. അതെനിക്ക് ഭയങ്കര നമുക്ക് അമ്മ എന്ന് പറയണതാണ്. നമ്മള് രണ്ടുപേരാണെങ്കിൽ ഇവിടെ ഇരിക്കും നമ്മളുടെ അമ്മ അതും എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഒരാളെ സ്നേഹിച്ചു പോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോ അമ്മ അവിടെ തല കുനിയുന്നേ. എപ്പോഴും അമ്മമാരെ തലയ്ക്കാടുക. മക്കള് ചിലപ്പോ അമ്മ അറിയുന്നുണ്ടാവില്ല മക്കള് ചെയ്യുന്ന തെറ്റ്. പക്ഷെ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതെങ്ങനെയാ, തള്ളയല്ലേ വളർത്തിയേ, തള്ള എങ്ങനെയല്ലേ എന്നാണ് നാട്ടുകാർ പറയാ. പക്ഷെ അമ്മമാരത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. നമ്മുടെ അല്ലേ നമ്മൾ ചിലപ്പോ വീട്ടിലിരിക്കുന്ന അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഓരോ തെറ്റും ചെയ്യുന്നത്, അമ്മമാരെ അറിയുന്നുണ്ടാവില്ല. അപ്പൊ പക്ഷെ നാട്ടുകാരെന്താ പറയാ, അവളുടെ അമ്മ അങ്ങനെയാ പിന്നെ എങ്ങനെയാ, അതാണ് വരിക. പക്ഷെ എന്റെ അമ്മ എന്നല്ല, മൊത്തത്തില് ഏത് അമ്മയും അച്ഛനാണെങ്കിലും വളർത്തു ദോഷാന്നേ പറയുള്ളൂ. പക്ഷെ അമ്മമാർക്ക് നമ്മുടെ പിന്നാലെ വരാൻ പറ്റുമോ 24 മണിക്കൂറും? നമ്മളെവിടെയൊക്കെ പോകണമെന്നുള്ളത് അവര്. അപ്പൊ ഞാൻ ഒരിക്കലും അമ്മനി തല കുനിക്കാൻ പാടില്ല. ഇപ്പൊ മായ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതും അല്ല നമ്മള് അതും ഒരു റീസൺ. അപ്പൊ നമ്മള് സീമ ചേച്ചിയിലേക്കല്ലേ വന്നത്. അല്ല അപ്പൊ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഒരു അമ്മയും മോളും മാത്രമേ ഉള്ളൂ, അപ്പൊ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാ എന്ന് പറഞ്ഞു. അവിടുന്ന് അപ്പൊ വിജയ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സീമ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോ നിന്നെ അവള് വിളിക്കും എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കണേ ചേച്ചി, ഇങ്ങനെ ഒരു വീടിനെ കുറിച്ച് സംസാരിക്കണം. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, നടക്കുമെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഫേസ്ബുക്കിലും അങ്ങനെയൊക്കെ ഇട്ട് പിന്നെ ഓരോ പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെ സഹായങ്ങളൊക്കെ ചെയ്തിട്ടാണ്. എന്നിട്ടും ഒന്ന് ബുദ്ധിമുട്ടി. 6 മാസത്തോളം നമ്മൾ വീടിന്റെ തറ മാത്രം പണിത് പിന്നെ അങ്ങോട്ട് പണിയാൻ പറ്റാതെയൊക്കെ സഫർ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു സാരില്ല, സ്ഥലം ഉണ്ടല്ലോ. മറ്റത് നമുക്ക് സ്ഥലവും ഇല്ല വീടും ഇല്ല എന്നല്ലായിരുന്നു. ഇപ്പൊ സ്ഥലം ഉണ്ടെന്ന് പറയാലോ. എറണാകുളത്ത് ഒരു 5 സെന്റ് സ്ഥലം ഉണ്ട് നമുക്ക് പറയാലോ, കുഴപ്പമില്ല ചേച്ചി, പറ്റുമ്പോ നമുക്ക് കുടിലെങ്കിലും വെച്ച് കെട്ടാം, ചേച്ചി വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല സത്യമായിട്ടാ. എന്താന്ന് വെച്ചാൽ എനിക്ക് വീടിന്റെ ഇതിനെ പറ്റി അറിയില്ല. എന്നുവെച്ചാൽ വീടില്ലാത്തതിന്റെ ചിന്തിക്കുന്നില്ല നമ്മള്. വീട് എന്തായാലും നമുക്കൊരു വീട് വെക്കാൻ പറ്റില്ല, അപ്പൊ അതിനെ കുറിച്ച് പറയണ്ടല്ലോ എന്നാണ് എന്റെ. അപ്പൊ ചേച്ചി പറഞ്ഞു, അല്ലല്ല ഞാനല്ലേ നിനക്ക് വീട് വെച്ച് തരാന്ന് പറഞ്ഞ് സ്ഥലം മേടിച്ചത്, അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. ചേച്ചിയുടെ ഗോൾഡ് കൊണ്ട് പണയം വെച്ച്, ചേച്ചിയുടെ ഉള്ള ഗോൾഡ് കൊണ്ടുപോയി ചേച്ചി പണയം വെച്ചിട്ടാണ് കട്ടില പണിത്. ചേച്ചി പറഞ്ഞു നമുക്ക് നോക്കാം, പൈസ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്നിട്ട് എനിക്ക് പേടിയായി, ഇതെന്ത് ചെയ്യോ എടുക്കാൻ, നമ്മുടെ ഇത് എടുക്കാൻ എന്താ ചെയ്യണ്ട. ചേച്ചി പറഞ്ഞു, അത് ഞാൻ എങ്ങനെയെങ്കിലും, ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ എങ്ങനെയെങ്കിലും എടുത്തോളാം, നിനക്കൊരു വീടാവട്ടെ എന്നും പറഞ്ഞിട്ട് ചേച്ചി ആദ്യം ആ കട്ടില വെക്കുന്നത് എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഗോൾഡ് പണയം വെച്ചിട്ടാ. പിന്നെയാണ് ആൾക്കാർ അങ്ങനെയൊന്നും നമുക്ക് പൈസ തരില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞും കേട്ടും അത് സത്യമാണോ എന്ന് അറിഞ്ഞ് തരാൻ തോന്നിയാലൊക്കെ ഇല്ലേ തരുള്ളൂ. അങ്ങനെ പിന്നെ ഓരോരുത്തർ 20,000 10,000 അങ്ങനെയൊക്കെ ഓരോരുത്തർ ഇങ്ങനെ അമേരിക്കയിൽ നിന്നും ദുബായിൽ നിന്നൊക്കെ ഇങ്ങനെ അയച്ചു തുടങ്ങിയപ്പോഴാണ്
നമ്മള് വീട് പണി തുടങ്ങിയത്. പിന്നെ നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് കേട്ടോ. ജോർജ് മെൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി, ജോർജ് മെൻ സാറും ഫാമിലി, പിന്നെ നടാശ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഞാൻ കാണാത്ത ഒരുപാട് ആൾക്കാര് എനിക്ക് വേണ്ടി. അങ്ങനെയാണ് വീടായത്. ചേച്ചിയുടെ ലൈഫ് സ്റ്റോറി ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഒരു ഫൺ സെഗ്മെന്റ് ആവാം. ഫൺ സെഗ്മെന്റ് ഇഷ്ടമല്ലേ ചേച്ചി? പിന്നെ തീർച്ചയായിട്ടും. ഈ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഹാന സ്റ്റുഡൻസ് ഇന്ത്യ പ്രസന്റ് ചെയ്യുന്ന ഒരു ഫൺ സെഗ്മെന്റ് ആണ്. ഫുൾ ഫൺ ആണ്, വേറെ ഒന്നും വിചാരിക്കണ്ട. ജികെ ഒന്നും പേടിക്കണ്ട, ഒരു ബന്ധമില്ല. ഇതൊക്കെ ഇപ്പൊ പൊളിയും. പക്ഷെ ഇത് ഫിലിംസ് ആയിട്ട് ബന്ധമുള്ളതാണ്. ചേച്ചി ഐക്കോണിക് ഡയലോഗ്സ് എന്നാണ് ഈ സെഗ്മെന്റിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ കുറച്ച് ഡയലോഗ്സ് ഇംഗ്ലീഷിൽ പറയും. അത് മലയാളത്തിൽ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. ഓക്കെ, മനസ്സിലായോ? അത് അപ്പൊ ഞാൻ ഈ പറയുന്നത് ചേച്ചി മലയാളത്തിലാക്കണം. ഇത് ഏതാണ് ആ ലൈൻസ്? അത് വളരെ ഫേമസ് ആയിട്ടുള്ളത് നമ്മൾ ഇതിൽ ഇട്ടിട്ടുള്ളൂ. ഫേമസ് ആയിട്ടുള്ള ലൈൻസിന് ഞാൻ ഇംഗ്ലീഷിലായിരിക്കും പറയുന്നത്. ചേച്ചി ഏത് ഡയലോഗ് മലയാളത്തിലാക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. സോറി, ഐ ക്യാൻ റൈറ്റ് ബട്ട് ഐ കാൻ റീഡ്. എനിക്ക് എഴുതാൻ അറിയില്ലല്ലോ, എനിക്ക് വായിക്കാനല്ലേ അറിയൂ. യെസ്. If you love, you will lick to death, and if you hurt it, you will squeeze to death. ഇത് ഫുൾ ഹാന സ്റ്റുഡൻസ് ഇന്ത്യ തരുന്ന ഗിഫ്റ്റ് ഉണ്ട്. ചേച്ചി ഫുൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞ. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ഇല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും എന്നാണ് സംഭവം. എന്തോ ചേച്ചിക്ക് ഒരു അല്ല, ഞാൻ വിചാരിച്ചത് ഏത് പടത്തിലാന്ന് പറയണോ? അത് വേണ്ട, നമുക്ക് ഡയലോഗ് മാത്രം. അതാണോ? അതൊക്കെ ഇതെനിക്ക് അറിയായിരുന്നു, പക്ഷെ ഏത് പടത്തിലാന്ന് പറയണോ വിചാരിച്ചു. ഓ ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഹേ എലിഫന്റ്, ജസ്റ്റ് സ്പ്രിങ്കിൾ റോസ് വാട്ടർ. ഞാൻ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കാത്തോണ്ട് എലിഫന്റ് എന്ന് വിളിച്ചു. ഞാൻ ക്യാമറയിലേക്ക് പറയാനില്ല. ഹേ എലിഫന്റ്, ബോഡി ഷേമിംഗ് ഇല്ലട്ടാ. ഹേ എലിഫന്റ്, സോറി. ഹേ എലിഫന്റ്, ജസ്റ്റ് സ്പ്രിങ്കിൾ റോസ് വാട്ടർ. പനിനീര് തെളിയാന്, ഫിലോമിന, ഗോഡ് ഫാദർ. സെറ്റ് പേര് ആണ്. ഇതെന്തായാലും പറയും. Even if you are a maid, you are my dream girl. ഇതെന്റെ ജീവിതമായിട്ട് ബന്ധമുണ്ടല്ലോ. അയ്യോ, വേലക്കാരി ആയിരുന്നാലും അത് തന്നെ. നീ മോഹവല്ലി, അങ്ങനെ ആരും പറഞ്ഞില്ലടാ പണ്ട്. അന്നൊക്കെ മേലെ പറമ്പിൽ അൺവീട് റിലീസ് ആയതാണല്ലോ, ആർക്കും എന്നോട് പറയാൻ തോന്നിയില്ലെന്നോ. ഇപ്പോഴും എന്താ പറയാത്തതാണ് എന്റെ. ഇപ്പൊ ഞാൻ മെയ്ഡല്ലോ, അതൊന്നും മാറിയില്ല. ചേച്ചി ഇപ്പോഴും സുന്ദരിയല്ലേ? അത് ആർക്കും മനസ്സിലാവണില്ലെന്ന് തോന്നുന്നു. കുട്ടിയുടെ കണ്ണുകൾ പോലെ അല്ലല്ലോ മറ്റുള്ളവരുടെ കണ്ണുകൾ. ഓക്കെ, ചേച്ചി വിഷമിക്കേണ്ട, നമുക്ക് ഇനിയും സമയമുണ്ട്. 40 എത്തിയിട്ടല്ലേ ഉള്ളൂ. 40 പറയുന്നത് 40 ഒരു പ്രായമാണ്. ആണോ? കിടക്കുവല്ലേ, സമയമുണ്ട്. ആ ഈ പയ്യൻസുമാരോട് പറയുമ്പോ അവർക്ക് മനസ്സിലാവുന്നില്ല. അവര് തള്ളച്ചികളായെന്ന് പറയാന്നേ. അങ്ങനെ മറ്റേ വിനീത് ശ്രീനിവാസ്, ധ്യാൻ പറയുന്ന പോലെ. അല്ല, ധ്യാനല്ലല്ലോ, വിനീത് ശ്രീനിവാസന് 30 കഴിഞ്ഞാ പിന്നെ തള്ളച്ചികളാടാ, തള്ളച്ചികൾ എന്ന് പറഞ്ഞ പോലെ. ഇല്ല, സമയമായിട്ടില്ല, നമ്മുടെ സമയം വരും. ഓക്കെ, നെക്സ്റ്റ്. ടു ഹൂം വി ക്യാൻ സേ ആൻഡ് ഹൂ വിൽ ലിസൺ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. അതാണോ? അതെങ്ങനെ ആ ട്യൂണിൽ തന്നെ പറയാം. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. സംഭവം പറ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. പിന്നല്ല, അത്രേ ഉള്ളൂ. ഇത് പറയും നമ്മള്. ഡു യു ഹാവ് ദ ഐറ്റം വിത്ത് യു? അതെന്റെ കയ്യിലുണ്ട്, സാധനം കൈ. അതൊക്കെ തന്നെ സ്വന്തമായിട്ടുള്ളൂ. സാധനം, ഒരു വീടും ഒരമ്മയും. ഓക്കെ, ഫൺ സെഗ്മെന്റ് വളരെ ഫണ്ണായി പോയടാ. അപ്പൊ നമ്മളുടെ ഹാന സ്റ്റുഡൻസ് ഇന്ത്യയുടെ ഗിഫ്റ്റ് ആണിത്. ഓക്കെ, ഇത് ചേച്ചി ഇപ്പോഴും കുട്ടിയായിട്ട് തന്നെ, ഇപ്പോഴും കുട്ടിയായിട്ട് തന്നെ, സ്റ്റുഡന്റ് ആയിട്ട് തന്നെ. ആയ കാലത്തോ പഠിച്ചില്ല, ഇപ്പൊ പഠിക്കാനും വൈകിട്ടില്ല അല്ലേ? അതെ. ഇനി ശരിക്കും ഫൺ സെഗ്മെന്റ്. ഓക്കെ, കൗതുകം ലേശം കൂടുതലാണ് എന്നാണ് ഈ സെഗ്മെന്റ് പേര്. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻസ് ഫിലിമായിട്ടൊക്കെ ബന്ധപ്പെട്ടതായിരിക്കും. ചേച്ചി ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഇതിന്ന് ഓരോന്നായിട്ട് തിരിച്ചു മേടിക്കുമോ? ഞാൻ പറയുന്ന ആളെ ചേച്ചി വിളിക്കണം. ഓക്കെ, ആൻസർ പറയാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാത്തിനും ആൻസർ ചേച്ചി പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ആദ്യത്തെ. ആരെ കാണാൻ പോകുമ്പോഴാണ് ഭഗീരഥൻ പിള്ളയെ പട്ടാളം പുരുഷു പഞ്ഞിക്കിടുന്നത്?
സരസു. സരസുവിനെ ഓക്കെ. ഇനി പാണ്ടിപ്പട എന്ന ചിത്രത്തിൽ എത്ര ഏക്കർ സ്ഥലമാണ് ദിലീപ് അവതരിപ്പിച്ച കഥാപാത്രം വാങ്ങുന്നത്? 30 ഏക്കർ. പിന്നല്ല. ഇതൊക്കെ 10ാം ക്ലാസ്സിൽ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ പാസ്സായ. സത്യം. മിഥുനം എന്ന ചിത്രത്തിലെ ലാലേട്ടന്റെ ബിസ്ക്കറ്റ് കമ്പനിയുടെ പേര്? ദാക്ഷായണി. യോധ എന്ന ചിത്രത്തിൽ MS തൃപ്പൂണിത്തറ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്? കുട്ടിമാമ. ഞാൻ ഞെട്ടിമാമ. സെറ്റ്. മണിച്ചിത്രത്താഴിൽ കുതിരവട്ടം പപ്പു പേര് തെറ്റിച്ച് ഗണേശന്റെ കഥാപാത്രത്തെ വിളിക്കുന്ന പേര്? മീനാക്ഷി. എവിടുത്തെ മീനാക്ഷി? വടക്കേ. വാവച്ചിട്ടാ. അയ്യോ, അത് തെറ്റിക്കരുത്. വാര്യത്തെ വാര്യത്തെ മീനാക്ഷി അല്ലയോ? അങ്ങനെ എന്തോ സംഭവം. വാര്യംപള്ളിയിലെ കുഴപ്പമില്ല, അടുത്തെത്തി അല്ലേ? അരം പ്ലസ് അരം കിന്നരം എന്ന ചിത്രത്തിൽ ജഗതി നടത്തുന്ന വർക്ക്ഷോപ്പിന്റെ പേര്? ഇനി കല്യാണരാമൻ എന്ന ചിത്രത്തിലെ പോഞ്ഞിക്കര എന്ന കഥാപാത്രം വിഷമം വരുമ്പോൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഇതാണോ ഇങ്ങനെ കാലടുപ്പിലിട്ട് കത്തിക്കും എന്നൊക്കെ പറയണതാണോ? ഇതല്ല. അയ്യോ, വിഷം വരുമ്പോ ഞാൻ പപ്പടം കാച്ചും. പപ്പടം കാച്ചില്ല. ഓക്കെ, സമയം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേച്ചി ഈ ഉത്തരം തെറ്റിച്ചതുകൊണ്ട് നമ്മൾ പറയുന്ന ആള് ചേച്ചി ഫോൺ വിളിച്ചിട്ട് ഇതിന്റെ ഉത്തരം എന്താന്ന് ചോദിക്കണം. ഓക്കെ ഓക്കെ. ആരെയാ വിളിക്കണ്ടേന്ന് അറിയണ്ടേ? നമ്മള് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഇന്റർവ്യൂല് ടോപ്പിക് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി ആരാ? സീമ ചേച്ചി. എന്റെ ദൈവമേ, ചേച്ചി എങ്ങാനും ടെൻഷനിലാണെങ്കിൽ ഞാൻ തീർന്ന്. ചേച്ചിനെ വിളിക്കുമ്പോ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇന്റർവ്യൂവിൽ ഇരിക്കാന്ന് പറയരുത്. ചേച്ചിക്ക് മനസ്സിലാവുമായിരിക്കും, അതറിയില്ല. അയ്യോ, ചേച്ചിന് എന്തെങ്കിലും ടെൻഷനിലാണെങ്കിൽ ഇങ്ങനെ വഴക്ക് പറയും. അപ്പൊ ചേച്ചിനെ വിളിക്കാൻ റെഡി അല്ലേ? ചേച്ചിനെ വിളിച്ചോ. ഷൂട്ടിലാണോ എന്തോ. ചേച്ചി സീമ ചേച്ചി എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് പവിത്രം ഷൂട്ടിലായിരിക്കും. അതെ, പവിത്രം സീരിയലല്ലേ ചേച്ചി. നമുക്ക് 9 വിളിച്ചാലോ? എന്റെ മോളായിട്ട്. അതെ, അവള് കല്യാണത്തിരക്കിലാണ്. നല്ല സമയം. നല്ല ചോദിച്ചോക്ക. ദേഷ്യം വരുമ്പോഴല്ലേ? വിഷമം വരുമ്പോ. വിഷമം വരുമ്പോ. ഹലോ നയൻസേ, ഈ കല്യാണരാമനിലെ ഇന്നസെന്റിന്റെ കഥാപാത്രല്ലേ പോണേക്കര, പോഞ്ഞിക്കര, അവർക്ക് വിഷമം വരുമ്പോ എന്ത് ചെയ്യും എന്നാടാ പറയുന്നേ? ഓർമ്മയുണ്ടോ ഡയലോഗ്? ഗോപു ഇല്ല. ഇല്ല. ഒന്ന് ഓക്കെ, ശരി ശരി. അല്ല, അങ്ങനെ പറ്റൂല. ഇതൊരു ഒരു ഒരു ഫൺ ക്വസ്റ്റ്യനിൽ വന്നിരുന്നതാ. കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, ശരി ശരി. സീമ ചേച്ചി വിളിക്കണ്ട. അയ്യോ, ഇതാണോ നിനക്ക് ചോദിക്കാൻ കണ്ടെന്ന്? ഞങ്ങള് സംസാരിച്ചോളാം. ചേച്ചി, കല്യാണരാമൻ സിനിമയില്ലേ ഇന്നസെന്റിന്റെ? ഇന്നസെന്റ് അതില് പോണിക്കര ഇല്ലേ, മിസ്റ്റർ പോണിക്കര, പുള്ളിക്ക് ദേഷ്യം വരുമ്പോ എന്ത് ചെയ്യും എന്നാണ് ഡയലോഗ് എന്ന് ഓർമ്മ ഉണ്ടോ? വിഷമം വരുമ്പോ ഞാനൊരു സ്ഥലത്ത് കുസൃതി ചോദ്യത്തില് പെട്ടു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ആര്യനെ ഭയങ്കര ഇഷ്ടച്ചാ അവരുടെ അടുത്ത് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചേച്ചീനെ വിളിച്ചത്. അല്ല, ഞാൻ പറഞ്ഞു അത് പപ്പടം കാച്ചും എന്നുള്ളതാണ് എന്റെ ഓർമ്മ. അപ്പൊ അതല്ല. അല്ല, ഒരു മിനിറ്റ്, ഞാനൊരാൾക്ക് കൊടുക്കാം. സീമ ചേച്ചി ഹായ്, ഞങ്ങള് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്നായിരുന്നേ. ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സില് നമ്മള് മായ ചേച്ചിയുടെ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇല്ല, സീമ ചേച്ചിക്ക് മാത്രല്ല മിക്കവർക്കും അറിയില്ലായിരുന്നു ഇത്. കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ ഈ ഇന്റർവ്യൂല് ഒരുപാട് സീമ ചേച്ചിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ ചേച്ചി പറഞ്ഞത്
അപ്പുവല്ലേ ഇതിന്റെ ആള്? എങ്ങനെ മനസ്സിലായി? അയ്യോ, അപ്പുവിന്റെ വീരവാദങ്ങളെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. അയ്യോ ഞാൻ പറയുന്നില്ല, ഇതൊക്കെ റെക്കോർഡാണ്, പറയുന്നില്ല. ഇല്ല അതെ, ചേച്ചി. പിന്നെ അപ്പുക്കുട്ടാന്ന് വിളിച്ച് നടക്കുന്നവരൊക്കെ പിന്നെ 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 ഇല്ല സീമ ചേച്ചി, നമ്മളുടെ നെക്സ്റ്റ് പരിപാടി വരുന്നുണ്ട്, അപ്പൊ നമുക്ക് എന്തായാലും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ. ശരി ശരി ശരി. ഓക്കെ ചേച്ചി, താങ്ക് യു. ആക്ച്വലി പപ്പടം കാശല്ല, ചട്ടകം എടുത്ത് പായസം രണ്ടിളക്കണം. ശരി. അത് കഴിഞ്ഞിട്ടാണ് പപ്പടം കാച്ചത്.